അംഗീകാരം പുതുക്കേണ്ട കാലാവധി നോക്കിയപ്പോൾ 2022-2026 8-ാം മാസമെന്ന് ഞാൻ കണ്ടു. ഓക്കെ, അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞ് താങ്ക് യു പറഞ്ഞ് ഞങ്ങൾ പോന്നതിന് ശേഷം നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കേരളത്തിലുള്ള എത്ര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്ഥാപനങ്ങളുടെ എല്ലാം ലിസ്റ്റുകൾ ഓർഗനൈസ് ഈ സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാനതിലെ ഓൾഡ് ഏജ് ഹോമുകളുടെ ലിസ്റ്റിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ പേര് അതിലില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട സ്ഥാപനമാണോ എന്ന് പരിശോധിച്ചു. അപ്പോൾ എനിക്ക് അതിനകത്ത് കാണാൻ സാധിച്ചത് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന സ്ഥാപനത്തിൻ്റെ ലിസ്റ്റിൽ ഈ സ്ഥാപനവും ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിയും. ഞാനത് സൂം ചെയ്ത് കാണിക്കാം. അതേ അഡ്രസ്സ് തന്നെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞാൻ പോയ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പരും മറ്റ് കാലാവധി പുതുക്കേണ്ട സമയവും ഒക്കെ ഇതാണ്. ഇതിന് പ്രകാരം ഞാൻ പരിശോധന നടത്തിയപ്പോൾ ഇത് രജിസ്ട്രേഷൻ നമ്പറുണ്ട്. 2022 8-ാം മാസം ഇതിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 60 പേരെ വരെ പാർപ്പിക്കുവാനുള്ള അംഗീകാരം ആ സ്ഥാപനത്തിനുണ്ട് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോൾ ഗാന്ധി ഭവൻ്റെ ഈ പേരിലുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം ഗ്രാന്റ് ലഭിക്കുന്നതായിട്ടുള്ളതാണ് ഞാൻ ഇതിന് മുമ്പ് ഓരോ മറ്റപ്പോൾ എനിക്ക് ലഭിച്ച മറുപടി. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ട് താമസം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് കണക്ക് പറയുന്നില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു. ആ ശ്രദ്ധിച്ചതിൻ്റെ പേരിൽ പിന്നീട് ഞാൻ കൂടുതൽ പരിശോധന നടത്തി. എനിക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ വിവരാവകാശ അപേക്ഷയായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലൈസൻസ് പൂഴ്ത്തിവെച്ച് പൊതുജനങ്ങളുടെ ഓൾഡ് ഏജ് ഹോമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ സ്ഥാപനം എങ്ങനെ അവിടെ നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുമല്ല, എനിക്ക് അറിയാവുന്ന ചിലരുമായിട്ട് ഞാൻ അവിടെ സംസാരിച്ചു. അവരവിടെ പോയ സമയത്തും അവിടെ ഉണ്ടായിരുന്നത് പ്രായമായ ആളുകൾ മാത്രമാണ് പാർപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരായിട്ട് ആരുമില്ല. ഭിന്നശേഷിക്കാരായിട്ട് പാർപ്പിക്കാനൊരു സെൻറ്റർ വേണമെങ്കിൽ അവിടെ അങ്ങനെയല്ല ആ സ്ഥാപനം നടത്തേണ്ടത്. അവിടെ കൂടുതൽ സജ്ജീകരണം ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഭിന്നശേഷിക്കാരെ നടത്താൻ പറ്റുന്ന സാഹചര്യവും കൈ പിടിക്കാനുള്ള സാഹചര്യമൊക്കെ അവിടെ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്നും നമ്മളവിടെ കണ്ടില്ല. എന്താണെങ്കിലും ഇതിന്മേലൊരു അന്വേഷണം നടത്തണമെന്നും ബാക്കി കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുള്ള പരാതി ഞാൻ നൽകിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിന് ഇഷ്ടപ്പെട്ട ആളുകൾക്കെതിരെ ആരെങ്കിലും ഏതൊരു പൗരനും എന്തെങ്കിലും പരാതി കൊടുത്താൽ ഈ പരാതി അവർ എന്തെങ്കിലും പറഞ്ഞ് ഒഴിയുകയല്ലാതെ യാതൊരു വിധമായ നടപടിയും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഇവർക്ക്